എല്ലാവർക്കും നമസ്കാരം. 1000 നാമങ്ങൾ 1000 കഥകളിലെ ഇന്ന് ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട നാമം ഭാവായ നമ എന്ന നാമത്തെയാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ആ ഭാവായ നമ എന്ന നാമത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു കഥയെ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ നേരത്തെ വഷട്കാരമ എന്ന നാമത്തിൽ ഭഗവാൻ ദൂതിന് വന്ന സന്ദർഭവുമായിട്ടാണ് ഇവിടെയും ആ കഥയെ സൂചിപ്പിക്കുക. ദുര്യോധനൻ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ദൂതിന് എത്തിച്ചേരുമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ദൂതനായിരിക്കുന്ന ശ്രീകൃഷ്ണന് വേണ്ടി ഒരു ഇരിപ്പിടത്തെ തയ്യാറാക്കി. ഈ ഇരിപ്പിടത്തിന്റെ പ്രത്യേകത എങ്ങനെയാണോ നമ്മൾ വലിയൊരു വാരിക്കുഴി തീർത്ത് ഒരു ആനയെ വീഴ്ത്തുന്നത് എന്നതുപോലെ ആ കൊട്ടാരത്തിന്റെ ഉള്ളില് ഒരു വലിയ ഗർത്തത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗർത്തത്തിന്റെ ഉള്ളില് കുറെ മല്ലന്മാരെ ഒക്കെ തയ്യാറാക്കി നിർത്തി അതിൻ്റെ മുകളില് ഒരു വസ്ത്രമൊക്കെ വിരിച്ച് ഈ ഗർത്തം കാണാത്ത തരത്തിലുള്ള ഒരു ഉത്തമമായിരിക്കുന്ന ഇരിപ്പിടത്തെയാണ് ഭഗവാന് കൊടുത്തതെന്ന്. എപ്പോഴാണ് ദുര്യോധനന് ഭഗവാന്റെ വാക്കുകളിൽ അതൃപ്തി വരുന്നത്, ദേഷ്യം വരുന്നത്, ആ സമയത്ത് ഈ വസ്ത്രത്തെ ഒന്ന് മാറ്റിയാൽ ഭഗവാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തോടു കൂടി നിലം പതിക്കും. ആ നിലം പതിച്ചു കഴിയുമ്പോൾ ഗർത്തത്തിൽ വീഴുന്ന ഭഗവാനെ കൈകാര്യം ചെയ്യാനായിട്ട് കുറെ മല്ലന്മാരെയും ആ വാരിക്കുഴിയിൽ നിർത്തിയിരുന്നു എന്നാണ് ദുര്യോധനൻ. ഇത് ഭഗവാന്റെ ആ ദൂതിന് പോകുന്ന സന്ദർഭത്തിലെ കഥയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ പറഞ്ഞു, വഷട്കാര നാമത്തിൽ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് സ്വീകരിച്ചത്. ദുര്യോധനൻ തന്നെയാണ് താൻ പോലും അറിയാതെ ഭഗവാനാൽ എഴുന്നേൽക്കപ്പെട്ട് സ്വീകരിച്ചത്. അതിനുശേഷം ഭഗവാന് ഉത്തമമായിരിക്കുന്ന താൻ തയ്യാറാക്കപ്പെട്ട ആ വാരിക്കുഴിയോട് കൂടിയ ഉത്തമാസനത്തെ കൊടുത്തു. ഭഗവാൻ അതിലിരുന്നു കൊണ്ട് തൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രസംഗം, മഹാഭാരതത്തിൽ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള 3-4 പ്രസംഗങ്ങളുണ്ട് ഭഗവാന്റെ. ആ ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അവിടെ കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ട് മുന്നേ നടത്തുന്ന ഭഗവാന്റെ ദൂത് നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ആ ദൂതിന്റെ പരാമർശത്തിന്റെ ഇടയിൽ ദുര്യോധനന് ഒട്ടും സ്വീകരിക്കാനാകാത്ത, ഒട്ടും മനസ്സിനാൽ സ്വീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങളെ സൂചിപ്പിച്ച നിമിഷം ദുര്യോധനന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും ഭഗവാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും ആ വസ്ത്രത്തെ, വാരിക്കുഴിയെ തുറക്കാനായിട്ട് ആജ്ഞാപിക്കുകയും അതനുസരിച്ച് അനുചരന്മാര് ആ വസ്ത്രത്തെ മാറ്റാൻ തുടങ്ങുന്ന സന്ദർഭത്തില് ആ ഭഗവാൻ ഇരുന്ന ഇരിപ്പില് ഭഗവാൻ താഴെ വീണില്ല എന്ന് മാത്രമല്ല, ആ വസ്ത്രത്തെ മാറ്റി ഭഗവാന്റെ ഇരിപ്പിടം താഴെ പതിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഭഗവാൻ ആ വിശ്വരൂപത്തെ സ്വീകരിച്ചു എന്നാണ്. തൻ്റെ ശരീരത്തിൽ തന്നെ 11 ആദിത്യന്മാരെയും 11 രുദ്രന്മാരെയും 12 ആദിത്യന്മാരെയും 8 വസുക്കളെയും 2 അശ്വിനി ദേവന്മാരുമാകുന്ന 33 ദേവതകളെയും അവരുടെ വരുന്ന ഗണങ്ങളെയും 33 കോടി ദേവഗണങ്ങളും അതോടൊപ്പം തന്നെ 14 ലോകങ്ങളും പാണ്ഡവരും കൗരവരും ഉൾപ്പെടെയുള്ള സകലതും ആ ഭഗവാന്റെ ഉള്ളില് ദുര്യോധനൻ കണ്ടു എന്നാണ്. അത് പറയപ്പെടുന്നത് എങ്ങനെയാണോ ഒരു മാൻപേട തൻ്റെ ശരീരത്തില് മയിൽപീലിയെ ഒതുക്കി വെക്കുന്നത്, എങ്ങനെയാണോ ആകാശത്ത് കാർമേഘം വരുന്ന സന്ദർഭത്തിലെ അതിനെ വിരിച്ച് ആ വിശാലമായിരിക്കുന്ന മയിൽപീലി നിറയുന്ന ഒരു കൂട്ടത്തെ നമ്മൾ കാണുന്നത്, അത്തരത്തില് എങ്ങനെയാണോ ഭഗവാന് ഇത് സാധ്യമാകുക, അതുകൊണ്ട് തന്നെയാണ് ഈ നാമത്തിന് വളരെ വിശേഷപ്പെട്ട ആ ഭവ എന്ന നാമം ഈ ഒരു സന്ദർഭത്തിൽ വരുന്നത്. ഭവായ നമ. ആ നാമത്തിന് എല്ലാം തൻ്റെ ഉള്ളില് ഒളിപ്പിച്ചു വെക്കുന്ന ഭഗവാൻ ആ തൻ്റെ ശക്തി എടുക്കുന്ന സന്ദർഭത്തിൽ അതിനെ മുഴുവൻ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ആരാണോ ഈ നാമത്തെ സ്ഥിരമായിട്ടും ഉപാസിക്കുന്നത് അവർക്കൊക്കെ ആ ഭാവനാശക്തി വർദ്ധിക്കുമെന്നാണ്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് ഭവാനാകുന്ന ഭവായ നമ, ആ ഭവനാകുന്ന ഭഗവാൻ എല്ലാ തരത്തിലുമുള്ള മനസ്സിന്റെ ഭാവനകളെയൊക്കെ വളർത്തിക്കൊണ്ട് സമൂഹത്തിന് ഉതകുന്ന തരത്തില് ആ ഭാവനകളെ മാറ്റിയെടുത്ത് ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായിട്ട് തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഭവായ നമ. എല്ലാം ഭഗവാനില് ഈ നാമത്തെ സമർപ്പിക്കുന്നു.